ഇത് നടന്ന സംഭവമാണ്. നമ്മുടെ രാമേട്ടന്റെ മൂന്നാമത്തെ പുത്രൻ അഭിനവ് രാമേന്ദ്രൻ. പാഷനെ പിന്തുടർന്ന അഭിമോൻ തന്റെ സിനിമാമോഹം സഫലമാക്കാൻ സംവിധായകൻ രഞ്ജിത്ത് പറഞ്ഞത് കേട്ട് അനുഭവങ്ങൾ സമ്പാദിക്കാൻ വെച്ചുപിടിച്ചത് നോർത്ത് ഇന്ത്യയിലേക്ക്. പഠിക്കുന്നതിനോടൊപ്പം അനുഭവങ്ങൾ സമ്പാദിക്കുന്നതിന്റെ ഭാഗമായ അഭിമോൻ പാർട്ട് ടൈമായിട്ട് അല്ലറ ചില്ലറ മോഷണ പരിപാടികൾക്കും പോകാറുണ്ട്. തന്റെ വൈബിന് മാച്ചാകുന്ന ഒരു ശിക്ഷനെയും തപ്പി നടന്നപ്പോഴാണ് മനുവിനെ കണ്ടത്. അങ്ങനെ അഭിമോന്റെ ശിക്ഷനായി മനുവിനെ അപ്പോയിന്റ് ചെയ്ത് ഇരുവരും ഒരുമിച്ച് അനുഭവ കളക്ഷൻ കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. സാറേ, രണ്ട് പോകാം. തിരുത്തമ്പാറ് പണിയാവും സാറേ. പേടിക്കാടാ, ആര് പൊക്കോളൂ. അന്ന് ഓടാൻ നേരത്ത് സാർ ഇതുപോലെ ഒരു കഥ പറഞ്ഞായിരുന്നില്ലേ? അത് മൊത്തം പറഞ്ഞില്ല. ഓടിക്കുമ്പോൾ തന്നെ കഥ കേൾക്കണമല്ലോ. ഇത് പോയാടെന്ന് സാറേ പറ സാറേ. ഇവനെ കൊണ്ട് സാറേ പറ സാറേ. എടാ, അത് സംഭവം ഇവിടെ ഒന്നുമല്ല. ഒരു നിലവുള്ള രാത്രിയായിരുന്നു. സമയം ഏതാണ്ടൊരു 10-10:30 ആയിട്ടുണ്ട്. ഒരു വലിയ മുറി, അതിലൊരു 5-6 പേരും ഒരു കാലി കസേര. കുറച്ചു നേരം കഴിഞ്ഞൊരു മുട്ടൻ പാവയൊക്കെ പിടിച്ചൊരാൾ പതുക്കെ കയറി വന്നു. പാവേ? ആ, പുള്ളി കയറി വന്നിരുന്നിട്ട് എല്ലാവരും ഒരു ഒറ്റ നോട്ടം. സത്യം പറയാലോ മനുവേ, അപ്പം തന്നെ എനിക്കെന്തോ വന്തേരടിച്ച്. കുറച്ചു നേരം കഴിഞ്ഞ് അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എന്തൊക്കെ ഐറ്റങ്ങളായിരുന്നു! കോഴിയും പോത്തും കള്ളും. ആ വലിയ മേശ, അത് മൊത്തം ഭക്ഷണം. ആ 6 പേരിൽ ഒരു താടിക്കാരനും പിന്നെ ഒരു ഇങ്ങനെ ഏകദേശം ഇങ്ങനെ മസിലൊക്കെ പിടിച്ച് ഒരുത്തനും. അമ്മ തീറ്റ ഒന്ന് കാണണമായിരുന്നു. ഇവര് ഭക്ഷണം കണ്ടില്ലാത്തവരെ പോലെ. അമ്മാരുടെ ഇടയ്ക്കൊരു ഒരു 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 തിരിപ്പുണ്ടായിരുന്നു. അവളുടെ ഇരിപ്പൊക്കെ ഒന്ന് കാണണമായിരുന്നു. ഞാനൊന്നും മെയിൻ ചെയ്യാൻ പോയില്ല. പിന്നെ അപ്പുറത്തൊരു ഒന്നല്ല 2 മണ്ണകളും പിന്നെ ഒരു സുന്ദരി കൊച്ചു. എന്താണ് സാർ ഒരു അടക്കം? നീ കാര്യം കേക്ക്. അപ്പത്തേക്ക് അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. സംഭവം മൊത്തം മാറിയത് അവരെല്ലാവരും ഒരു കളി കളിക്കാൻ തുടങ്ങിയപ്പോഴാണ്. പുള്ളി ആ പാവേനെ എടുത്ത് അയാളിരുന്ന കസേര എടുത്ത് വെച്ചിട്ട് പറയുക, നിങ്ങൾക്ക് എന്തും ചെയ്യാം, ജയിക്കുന്നതിന് കളി നിയന്ത്രിക്കാം.
അതെന്ത് കളി? ആ ഇതുപോലെ തന്നെയായിരുന്നു അവർ. ആർക്കും ഒന്നും മനസ്സിലായില്ല. എടാ പിന്നെ മറ്റേ അഹങ്കാരി എന്ന് പറഞ്ഞോളല്ലേ, അവള് മേശപ്പുറത്തിരുന്ന് ഒരു റോസാപ്പൂ എടുത്ത് ആ പാവയുടെ ചെവി വെച്ചു. എന്നിട്ട് ഉടനെ തന്നെ മറ്റേ മൊണ്ണയില്ലേ, അവൻ പോയിട്ട് പാവയെ കെട്ടിപ്പിടിച്ച്. പക്ഷെ എന്താണെന്നറിയത്തില്ല, എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. കൂട്ടത്തി അങ്ങേരും. അവൻ ഇരുന്ന ഉടനെ തന്നെ നമ്മുടെ പുള്ളി ചാടി എഴുന്നേറ്റിട്ട് പറയുക, ഈ പാവയെ നിങ്ങൾക്ക് എന്തും ചെയ്യാം, അതാണ് കളി. ആ കഴിഞ്ഞ ഉടനെ തന്നെ മുമ്പേ പറഞ്ഞ സുന്ദരി കൊച്ചില്ലേ, അവൾ മേശപ്പുറത്തിരുന്ന് എന്തോ ഒരു സാധനം എടുത്ത് പാവയുടെ കഴുത്തിലൊരു ഒറ്റ വെട്ട്. 1 മിനിറ്റത്തേക്ക് എല്ലാവരും ഒന്ന് ഞെട്ടി. കുറച്ച് മുന്നേ എന്തോ ചെയ്തോളാൻ പറഞ്ഞ ആൾ തന്നെ എന്നിട്ട് താണ്ട് ഇവളോട് ചൂടാകാൻ തുടങ്ങി. മറ്റേ നമ്മുടെ താടിക്കാരനില്ലേ, പുള്ളിക്ക് ഇത് കണ്ട് പിടിച്ചില്ലെന്ന് തോന്നുന്നു കേട്ടോ. പുള്ളി അപ്പത്തന്നെ ഒരുമാതിരി മത ഇളകി ആനെ പോലെ കടന്ന് പടയ്ക്കാൻ തുടങ്ങി. എന്നിട്ട് പുള്ളി വാവയുടെ അടുത്തോട്ട് പോയിട്ട് അതിനെ നിർത്താതിട്ട് കുത്താൻ തുടങ്ങിയടാ. ആ പെങ്കൊച്ചിനെ വഴക്ക് പറഞ്ഞ ആൾ തന്നെ പിന്നെ തോളി തട്ടിയിട്ട് പറയുക, നീ കൊള്ളാലോടോ മോനെന്ന്. ഇതെന്താ ഓരോരാൾക്ക് ഓരോ നിയമം? അവൻ്റെ ആ തിരിച്ചു വന്നിട്ടുള്ള ഇരുത്തം, ആ ഇരുത്തം നീ ഒന്ന് കാണണമായിരുന്നു. 2 മണ്ണുകളുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? അതിലെ രണ്ടാമത്തവൻ എഴുന്നേക്കാൻ തുടങ്ങി. അപ്പം തന്നെ ഏത് മറ്റേ മസിൽ അവൻ ചാടി എഴുന്നേറ്റിട്ട് പറയുക, നീ ഇരിക്കി, ഞാൻ കഴിഞ്ഞിട്ട് മതി നീ എന്ന്. ആ പറഞ്ഞ ഉടനെ അവനും പാവയുടെ അടുത്തോട്ട് പോയിട്ട് അതിനെ തല്ലി വലിച്ചെറിഞ്ഞ്. പ്രതീക്ഷിച്ച പോലെ തന്നെ ഏത് പുള്ളി ഇതിനെ കൈയടിച്ച് വിട്ട്. ഒരു പാവേനെ വലിച്ചെറിഞ്ഞതിന് എത്രയ്ക്ക് അഹങ്കരിക്കണോ? പിന്നെ ഇനി മറ്റവനോടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അവനൊരുമാതിരി പേടിച്ച് പിടിച്ചെഴുന്നേറ്റ് അവൻ ആദ്യം ആ പാവേനെ നിലത്തുനിന്നെടുത്ത് ആ കസേര വെച്ചു. പക്ഷേ ആ പാവേൻ്റെ അടുത്ത് ചെന്നപ്പോൾ ആളുടെ മട്ടും പാവൊക്കെ അങ്ങോട്ട് മാറി. എൻ്റെ ഇടം നിനക്കറിയാലോ, പല ടൈപ്പ് കിഴപ്പും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരുമാതിരി. ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു. ഇനി അടുത്തത്. എടാ റോസാപ്പൂ കൊടുത്തവളില്ലേ, അവള് തന്നെ ഈ പ്രാവശ്യം ആദ്യം എഴുന്നേറ്റ്. അപ്പം തന്നെ മറ്റവൻ ചാടി എഴുന്നേറ്റിട്ട് അവളെ കരിച്ചൊരു നോട്ടം. എന്നിട്ട് അവളെ ഇരുത്തിച്ചിട്ട് ഇവൻ ഒരു കൂസലില്ലാതാണ്ട് ബാബയുടെ അടുത്തോട്ട് പോകുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് താണ്ട്ര എല്ലാവരോടെ കരിച്ചുപുള്ളി പാവേൻ്റെ അടുത്തോട്ട്. അവന്മാരെല്ലാം കൂടെ ആ പാവേനെ പിടിച്ച് അതിന് വീട്ടിന് ഒരു ഒറ്റ നിർത്തം. എന്നിട്ട് അവരാ കളി ജയിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടി ഒന്ന് കാണണമായിരുന്നു. ഒരുമാതിരി പേപ്പട്ടികളെ പോലെ. എന്തിനാ? ഒരു നിസ്സാര കളിക്ക് വേണ്ടിയാന്ന് ഓർക്കണ്ട മൈരന്മാര്. അപ്പം അയാളോട് പോയി. എടാ പുള്ളിക്കൊരു കൂസലും ഇല്ലായിരുന്നടാ. ആദ്യം കുറച്ച് നേരമൊക്കെ ഇമാരുടെ തല്ല് കൂടുന്നതൊക്കെ നോക്കി അവിടെ നിന്നു. പിന്നെ പുള്ളിയുടെ പാട്ടിന് പോയി. എന്നിട്ട് തന്നെ പുള്ളി ഇറങ്ങിപ്പോയി. അത്ര തന്നെ.
വിട്ടാലോ? കഥ കഴിഞ്ഞു. സാറുണ്ടോ?